ഇപ്പൊ വെയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും വെയിലേ വെയിലേ ചൂടേ ചൂടേ എവിടെ പോയി മഴ എന്ന് ചോദിക്കും. മഴ വന്നു കേട്ട് ഇത് എന്തൊരു മഴയാണ്, പുറത്തിറങ്ങാൻ വയ്യല്ലോ, ഭീകര മഴ എന്ന് പറയും. അങ്ങനെ മഴയും വെയിലും ഒക്കെ മാറി സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. എൽനിനോ പ്രതിഭാസം ശക്തി ആർജിച്ചതോടെയാണ് കാലവർഷം ദുർബലമാകുന്നത്. ഇന്ന് 3 ജില്ലകളിൽ മാത്രമേ മഴ മുന്നറിയിപ്പുള്ളൂ. മാപ്പ് ഇപ്പം വരും. മാപ്പിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ മാപ്പ് എത്തി. അപ്പം കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ഈ ജില്ലകളിൽ മാത്രമേ ഇന്ന് അലേർട്ടുള്ളൂ. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനുള്ള സാധ്യത കൂടി നൽകുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മത്സ്യബന്ധനത്തിനും വിലക്കുകളുണ്ട്. നമ്മൾ പ്രധാന ഇടങ്ങളിലെ താപനില കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ തിരുവനന്തപുരം ജില്ലയിലെ കൂടിയ താപനില ഇന്ന് 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില വന്ന് 24 ഡിഗ്രി സെൽഷ്യസുമാണ് തിരുവനന്തപുരം ജില്ലയിൽ. കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിൽ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിൽ. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും. കോഴിക്കോട്ടേക്ക് പോയാൽ 33 ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട്ടെ കൂടിയ താപനിലയും കുറഞ്ഞത് 24 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിലാണ് ഇന്ന് അത്യാവശ്യം ചൂട് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. കാരണം 32 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് കണ്ണൂരിലെ താപനില. ശരിക്കും താപനില 32.7 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് കണ്ണൂരിൽ. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ മൊത്തത്തിൽ താപനില പരിശോധിച്ചാൽ. ഒപ്പം മഴ സാഹചര്യവും 3 ജില്ലകളിൽ മാത്രമേ അലേർട്ടുള്ളൂ. പിന്നെ മാത്രമല്ല മഴയുടെയൊക്കെ ശക്തി കുറയുന്നുണ്ട്. കാലവർഷം പതിയെ പിൻവാങ്ങുന്നു എന്ന വിവരം കൂടി കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ട